ശ്രീ ശങ്കർ സുബ്രഹ്മണ്യം സ്വർണ്ണാഭരണ നിർമ്മാണ ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ശ്രീ ശങ്കർ സുബ്രഹ്മണ്യം, അതായത് ഇപ്പോൾ ഇവിടെ വസന്ത് സിറയൊക്കെ കോൺഗ്രസ് നേതാവ് സൂചിപ്പിച്ചു, സ്വർണം അവിടെ വെച്ച് ചെയ്യാവുന്ന 1 മണിക്കൂറിൽ താഴെയുള്ള പ്രക്രിയയാണെന്ന്. ഇത് സ്വർണ്ണ തകിടുകൾ, വളരെ മൈന്യൂട്ടായ സ്വർണ്ണ തകിടുകൾ ഈ ചെമ്പ് പാളികളിൽ പതിപ്പിച്ച് എടുക്കുന്നതാണ്, ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ല. അതുകൊണ്ട് ആ സ്വർണം വേർതിരിച്ചെടുക്കാനാകുമോ? ആ പ്രക്രിയ മെർക്കുറിയുടെ അടിസ്ഥാനത്തിൽ വനനിയമമൊക്കെ ലംഘിച്ച് അവിടെ മെർക്കുറി എത്തിക്കാനാകുമോ? എങ്ങനെയാണ് ഈ പ്രോസസ്സ്? ഇതേ സംബന്ധിച്ച് ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലൊന്ന് വിവരിക്കാം. ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഞാൻ ശ്രീ പത്മനാഭൻ്റെ ആഭരണം പണിഞ്ഞ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്. വെരി ഗുഡ്. ഇന്ന് ഞാൻ സ്വർണ്ണ പണിക്കാരനാണ്. ആദ്യം ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. മാധ്യമധർമ്മം എന്ന് പറയുന്നത് യഥാർത്ഥ സത്യസന്ധമായ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒന്നും അറിഞ്ഞുകൂടാതെ മാർക്കറ്റിങ്ങിൽ തൻ്റെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വാർത്തയും അഴിച്ചുവിടാമെന്നുള്ള ഒരു കൂട്ടം മാധ്യമങ്ങൾ അത് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു, ആളുകളിലേക്ക് ഒരുപാട് കള്ളം പ്രചരിപ്പിക്കുന്നു. അതിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ കൂടെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചതിൽ കൈരളി അഭിനന്ദിക്കുന്നു. അതിനോടൊപ്പം സാർ ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഈ സ്വർണം പൊതിയുക എന്നൊക്കെ പറഞ്ഞില്ലേ, ഈ സ്വർണ്ണപ്പാളി എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. സ്വർണ്ണപ്പാളി എന്നൊരു സാധനമില്ല. ഈ ഒരു വിഗ്രഹമുണ്ടെങ്കിൽ, കല്ലിൽ തീർത്ത വിഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കോപ്പറിൽ ഞങ്ങളതിനെ ഒരു അങ്കി ഉണ്ടാക്കും. അതിനെ അങ്കി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ കോപ്പറിൽ ഉണ്ടാക്കുന്ന അങ്കിയെ പൂർണ്ണമായിട്ടും വളരെ മൈന്യൂട്ടായിട്ടുള്ള ജോലിയാണ് എന്ന് പറഞ്ഞാൽ, ഇത് വളരെ കോൺസെൻട്രേഷൻ ചെയ്യണം, ഈ ഭക്തി വേണം, ഇതൊക്കെ ഇരുന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അത്ര പവിത്രമായ സ്വർണ്ണത്തിൽ പണിയുന്ന തൊഴിലാളിയുടെ മനസ്സും അത്ര പവിത്രമായിരുന്നാൽ മാത്രമേ അതിലൊരു പൂർണ്ണത ഉണ്ടാവും. അപ്പോൾ ഇതിന് പതിക്കുന്ന ചെമ്പിൽ ചെയ്തതിന് ശേഷം, അതിനെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് മെർക്കുറി, സാർ നേരത്തെ പറഞ്ഞ പോലെ മെർക്കുറി ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ പ്രധാന വിഷയമാണ്. ഈ മെർക്കുറി അപ്ലൈ ചെയ്തതിന് ശേഷം ലോകത്തിനെ ഏറ്റവും കൂടുതൽ ലൈറ്റാക്കാനും വലിച്ചു നീട്ടാനും പറ്റുന്ന ലോഹം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. അതിന് ഈ തങ്കത്തിന് ഞങ്ങൾ ഈ ഒട്ടകത്തിൻ്റെ തോലിൽ വെച്ചിട്ടാണ് ഇതിനെ അടിച്ച് പരത്തുന്നത്. അതിൻ്റെ പ്രോസസ്സിങ് അതാണ് എന്ന് പറഞ്ഞാൽ, കൂടം വെച്ചിട്ട് അടിച്ച് പരത്തി മാക്സിമം നൈസാക്കും എന്ന് പറഞ്ഞാൽ പേപ്പറിനേക്കാളും വളരെ നൈസായിട്ട് ആക്കിയതിന് ശേഷം ഈ മെർക്കുറിയുടെ പുറത്ത് ഈ തകിടുകൾ ഞങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ട് രണ്ടാമത് ഇതിനെ ചൂടാക്കിയെടുക്കും. ചൂടാക്കുമ്പം സയൻസായിട്ട് പറയുകയാണെങ്കിൽ മെർക്കുറി ചൂടാക്കുമ്പം മെർക്കുറി പൊഞ്ഞു പോവുകയും ഈ ഞങ്ങൾ വച്ച സ്വർണ്ണപ്പാളി ആ ചെമ്പ് പ്ലേറ്റിനകത്ത് പറ്റിപ്പിടിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ സ്വർണം പൊതിയുന്നത്. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ്, മൈക്രോപ്ലേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ ഇലക്ട്രോപ്ലേറ്റിംഗ്, മൈക്രോപ്ലേറ്റിംഗ് എന്നുള്ള സാധനത്തിൽ നിന്ന് സ്വർണ്ണത്തിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. അതെ, ആനോട് കാതോട് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സാധനം ഈ ലെയർ നമ്മൾ പിടിപ്പിക്കുന്നല്ലോ. ഏതൊരു ലോഹത്തിലാണെങ്കിലും നമ്മളെ ഈ സർഫസ് നമ്മൾ കൈ കൊണ്ട് തേക്കുമ്പം, ഇല്ലെങ്കിൽ ഒരു മെറ്റലിലിരിക്കുമ്പോഴും ഈ ഒരുപാട് തേക്കുമ്പം ആ സാധനത്തിൽ നിന്ന് പാളിയായിട്ട് പോകും എന്ന് പറഞ്ഞാൽ അരം പോലെയാണ് നമ്മുടെ കൈ വരെ. അരം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതെ. അങ്ങനെ ഈ തേക്കുമ്പം ഒരു ഭാഗത്തു നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദ്വാരപാലക നിൽക്കുന്നതെന്ന് പറയുന്നത് ശ്രീകോവിലിൻ്റെ 2 സൈഡിലുമാണ്. ഈ 2 സൈഡിലും ഈ ഭക്തജനങ്ങളെ കടത്തിവിടാനും മറ്റും ഈ ഉദ്യോഗസ്ഥരും ഇല്ലെങ്കിൽ ജീവനക്കാരും അവിടെ നിൽപ്പുണ്ട്. ഇവരുടെ കൈ പതിഞ്ഞിരിക്കുന്ന ഈ പീഠത്തിലാണ്, നിരന്തരം ഇങ്ങനെ പീഠത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. അപ്പം ഒരുപാട് കാലം ഇത് പതിയുകയും തേക്കുകയും ചെയ്യുമ്പം ആ ഭാഗത്ത് ആ സ്വർണ്ണപ്പാളി ഇളവി വരാൻ ചാൻസ് ഉണ്ട്. ആ വരുന്ന ഭാഗത്ത് കോപ്പർ നമുക്ക് വെളിയിൽ കാണാനും പറ്റും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഫ്രണ്ടിലെ ബലിക്കല്ല് നമുക്ക് ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാം. ഈ പൊതിഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്സിങ്ങിൽ പൊതിഞ്ഞതാണ്, ഞാൻ കണ്ടിട്ടുണ്ടത്. അപ്പം ഇപ്പോഴത് പോയി നോക്കിയേ, അവർ ഡെയിലി അതിനകത്ത് ആവശ്യം ബാക്കിയുള്ളത് പൂജയൊക്കെ ചെയ്ത് തേച്ച് പല സ്ഥലങ്ങളിലും ഈ കോപ്പർ പുറത്ത് കാണുന്ന അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പറ്റിയതാണ് ഈ ശബരിമലയിലും പറ്റിയത്. പക്ഷേ ഈ സാധനം വെളിയിൽ കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യമില്ല. നേരത്തെ പറഞ്ഞതിനെ ഞാൻ അനുകൂലിക്കുകയാണ്. ഇത്രയും ഈ ഓട് മുതൽ സകല സൈഡും എല്ലാം ഈ ജോലി ചെയ്തത് ശബരിമല വെച്ചിട്ടാണല്ലോ. അപ്പം ആ ജോലി വീണ്ടും ആ വിദഗ്ധ തൊഴിലാളികളെ കൊണ്ടുവന്ന് ശബരിമലയെ വെച്ച് തന്നെ ചെയ്യാമായിരുന്നു.
ഇത് പുറത്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷേ ഈ വനനിയമം അനുസരിച്ച് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വനനിയമം അനുസരിച്ച് മെർക്കുറിയൊക്കെ വനത്തിൽ കൊണ്ടുവരുന്നതിന് ചില കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നിയമത്തിൻ്റെ തടസ്സങ്ങളുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, അപ്പം നേരത്തെ എങ്ങനെയാണ് മെർക്കുറി കൊണ്ടുവന്ന് ഇത് ചെയ്തത്? എനിക്ക് തോന്നുന്നത് അതിലെ ആ നിയമം കൂടുതൽ കർക്കശമായ ഒരു സാഹചര്യമായിരിക്കാം ഇപ്പോഴുള്ളത്, അതുകൊണ്ടാണ് ഇപ്പോൾ സംഭവിച്ചത്. അതെ, അത് പക്ഷേ ഈ പുറത്തേക്ക് കൊണ്ടുപോകുന്നതോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അറിഞ്ഞതല്ല. അതിൻ്റെ കൂടുതൽ ക്ലാരിറ്റിയാണ് ഇപ്പോൾ വന്നത്. ദേവസ്വം ബോർഡ് വേണ്ട എന്ന് പറഞ്ഞ കാര്യം മറികടന്ന് ഇയാളുടെ കയ്യിൽ കൊടുത്തുവിട്ടത് ഉദ്യോഗസ്ഥരാണ്. അതാണ് ജയശ്രീ ചെയ്തത്. ഞാൻ അതിന്റെ സാങ്കേതികത്വം കൂടി സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇപ്പോൾ പുറത്തു കൊണ്ടുപോയത് പൂർണ്ണമായ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇതിനകത്ത് പറ്റിയത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ കേരളത്തിലെ സ്വർണ്ണ ആഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു ക്ഷേമനിധി ബോർഡുണ്ടല്ലോ, സർക്കാർ അണ്ടർടേക്കിങ്ങിലുള്ള അതിവിദഗ്ധ തൊഴിലാളികളാണല്ലോ അതിൽ അംഗങ്ങളായിട്ടുള്ളത്. സർക്കാർ സംവിധാനത്തിലുള്ളവരെ ഈ ഉദ്യോഗസ്ഥർക്ക് സമീപിക്കാമായിരുന്നല്ലോ. അവരെന്തുകൊണ്ട് അത് ചെയ്തില്ല? ഇതിനകത്ത് വേറൊരു സംഭവം ഉള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിക്കണമെന്ന് വിചാരിച്ചതാണ്. ഈ വിഗ്രഹം ഉണ്ടാക്കുന്നത് വരെ ഈ ചെയ്യുന്ന ആശാരിക്ക് സ്വർണ്ണപ്പണിക്കാരനും ഒന്നും ഒരു അയിത്തവും ഇല്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ആൾക്കാരാണ് അതിൻ്റെ ആൾക്കാർ, പിന്നെ അത് തൊടാൻ പാടില്ല. ആ ഒരു സംഭവം കൂടെ ഇതിനകത്തുണ്ട്. ഈ രാഷ്ട്രീയക്കാരത് മനസ്സിലാക്കണം. ഈ എന്തും പടച്ചു വിടാം. സ്വർണ്ണപ്പാളി എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ മനസ്സിലായില്ലേ? മനസ്സിലാകുന്ന തരത്തിലാണ് ഞാൻ സംസാരിച്ചത്. അതെ, അത് ശരിയാണ്. പക്ഷേ ഈ പണി തീരെ ആശാരി ദൂരെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് മറ്റൊരു വിഷയമാണ്. അത് യഥാർത്ഥത്തിൽ സർക്കാരിനോ രാഷ്ട്രീയക്കാർക്കോ അതിലൊന്നും ചെയ്യാനും ആകാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അങ്ങനെയാണ് വിശ്വാസവും ആചാരങ്ങളും, മേധാവിത്വം, അങ്ങനെയാണ് ആചാരങ്ങളും ഒക്കെ പടുത്തി വരുത്തിയത്. അപ്പോൾ സ്വാഭാവികമായും അത് മറ്റൊരു വിഷയമാണ്, അത് മറ്റൊരു വേദിയുമാണ്. ഞാൻ താങ്കളോട് തന്നെ ചോദിക്കുന്നു, അപ്പോൾ ഈ സ്വർണത്തിൻ്റെ ഈ തകിടുകൾ ഒട്ടിച്ചത് കൈകൾ പതിയുമ്പോൾ സ്വാഭാവികമായി ഇളകിപ്പോകാം. നാണയങ്ങൾ എറിയുമ്പോൾ, നെയ്യ് വീഴുമ്പോഴൊക്കെ സ്വാഭാവികമായും അത് ആവാം. അതാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു പൂശലിനോ അല്ലെങ്കിൽ വീണ്ടും അത് ക്ലാഡ് ചെയ്യാനോ ഒക്കെ കൊടുക്കാനുള്ള കാരണം ഉണ്ടായത്. പക്ഷേ ഈ സ്വർണത്തിൻ്റെ അംശങ്ങൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ തിരിച്ചെടുക്കാൻ പറ്റില്ല, പക്ഷേ ഇത്തരം ഒരു പ്രക്രിയയിൽ തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എടുത്തതാണല്ലോ ഈ സ്വർണം. അതാണല്ലോ 404 ഗ്രാം 74.9 ഗ്രാം ഈ കൽപേഷിന്റെ ഒക്കെ കയ്യിൽ എത്തിച്ചത്. ഈ ഉണ്ണികൃഷ്ണൻ ഇത്ര മൈന്യൂട്ടായിട്ടൊന്നും ഈ വെയിറ്റ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഈ ചെമ്പ് തകടിൽ തേച്ച് പിടിപ്പിച്ച സ്വർണം അങ്ങനെ പൂർണ്ണമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും മറ്റേ മെർക്കുറി പ്രോസസ്സിങ്ങിലൂടെ പറ്റുള്ളൂ. മെർക്കുറി പ്രോസസ്സിങ്ങിലൂടെ പറ്റുമ്പം അതിനകത്ത് കുറച്ച് മൂല്യച്ഛേദനം വരും. ആ മൂല്യച്ഛേദനം പോയിട്ട് ബാക്കിയുള്ള ഗോൾഡ് മാത്രമേ എടുക്കാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ അത് വേണ്ട, നമ്മൾ നേരത്തെ ചെയ്ത ആളുകളെ വെച്ച് ആ സ്ഥലത്ത് വെച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ പോയ ഭാഗത്ത് മാത്രം, ഇതിപ്പോൾ പൂർണ്ണമായിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് പൂർണ്ണമായിട്ട് കളർ ചെയ്ത് കൊണ്ടുവച്ച സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് ഉദ്യോഗസ്ഥർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, പിന്നെയും സ്വർണം പൂശിയിരിക്കുന്നു. അതായത് 989 ഗ്രാം ആണ് ഈ കണക്കിലുള്ളത്. അതിൽ 474.9 ഗ്രാം ആണ് കുറവുള്ളത്. അതെ, അതാണ് ഈ പോറ്റി കൊണ്ടുപോയതും കൽപേഷിന്റെ കൊടുത്തതായി ഇപ്പോൾ തെളിയുന്നത്. ആ പൂച്ചെന്ന് പറയുന്നത് ഇവർ പറയുന്ന കണക്ക് തെറ്റാണ്. നമ്മൾ ചെയ്യുമ്പം ഒരു 10 ഗ്രാം സ്വർണം ഒന്നിൽ പിടിപ്പിക്കാന്ന് വെച്ചോളൂ. ഈ സാധനം ഒരു 10 വർഷം കഴിഞ്ഞു, ഞാൻ പറഞ്ഞതുമാതിരി തേയ്മാനം സംഭവിച്ചു. ആ 10 ഗ്രാം സ്വർണവും അത് കിട്ടുമെന്ന് വിശ്വസിക്കരുത്, കുറവുണ്ടാവും. അങ്ങനെ വരും. പക്ഷേ ഇവർ പുറത്തു കൊണ്ടുപോയി മൈക്രോപ്ലേറ്റിങ്ങോ ഇലക്ട്രോപ്ലേറ്റിങ്ങോ ചെയ്താൽ അറിയാൻ പറ്റില്ല, എല്ലാം ഒന്നുപോലെ ഇരിക്കും. പക്ഷേ ഇത് മറ്റത് 10 വർഷം ഇരിക്കുകയാണെങ്കിൽ ഇത് 2 വർഷം കൊണ്ട് ഇത് സാധനം ഇല്ലാതായി പോകും. ശരി.